Hello, Shalini. Thank you for coming for this interview. So now tell me about yourself. Thank you, ma'am. My name is Shalini. I am coming from Trivandrum. My father's name is Krishnan Nair. My mother's name is Shailija. My husband is Pradeep. ഇനി അപ്പൂപ്പനെയും കുഞ്ഞമ്മേനെയും അമ്മുമ്മേയും എല്ലാവരുടെ പേരും പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ അങ്ങ് തീരും, അത്രയും സമയം അങ്ങ് കഴിയും. No, my dears, never talk about your personal things when you are asked about tell me about yourself എന്നൊരു ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂവിന് ചോദിക്കുമ്പോൾ ദയവായി നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാതിരിക്കുക. It's me, Shalini, with Easy English. So today, this session is having 3 parts to it. First one is interview readiness. അതായത് ഇൻ്റർവ്യൂവിന് നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള ഇതാണ് ആദ്യം. നിങ്ങൾ ഇൻ്റർവ്യൂവിന് എങ്ങനെ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ദെൻ നിങ്ങളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ എങ്ങനെയാണ് ഉത്തരങ്ങൾ പറയേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഓൾസോ സം മിസ്റ്റേക്സ് വാട്ട് ഐ കെയിം ത്രൂ ഇൻ മൈ ലാസ്റ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് സെഷൻ. ഓക്കെ, അതിന് മുന്നേ 2-3 കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞോട്ടെ. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ആണ് പറയേണ്ടത്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാതിരിക്കുക. ഇൻ്റർവ്യൂ സ്പെസിഫിക് ആയിട്ട് നിങ്ങളോട് വീട്ടിൽ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റി സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ വീട്ടുകാരെ പറ്റിയോ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെ പറ്റി പറയാൻ പാടുള്ളൂ. അതർവൈസ് സ്റ്റിക്ക് ടു യുവർ പ്രൊഫഷണൽ ലൈഫ്. ഈവൻ ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ്, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളൊരു ഇൻ്റർവ്യൂ, ക്യാമ്പസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, അല്ല ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാതിരിക്കുക. വാട്ട് ആർ യുവർ അക്കംപ്ലിഷ്മെൻ്റ് എന്ന്, നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു, നിങ്ങളുടെ പ്രൊഫഷണൽ ഓർ നിങ്ങളൊരു കരിയറിന് വേണ്ടി എങ്ങനെ നിങ്ങളെ ഗ്രൂം ചെയ്തു എന്നറിയാനായിരിക്കും ഇൻ്റർവ്യൂവറിന് താല്പര്യം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ പറയാനായിട്ട് അന്ന് രാത്രി 12 മണിക്കല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. ഏത് കുട്ടികളാണെങ്കിലും ഇറ്റ് ഈസ് എ ഹംബിൾ റിക്വസ്റ്റ് ടു എനി പേരൻറ് ഹൂ ഈസ് ലിസണിങ് ടു ദിസ്, അല്ലെങ്കിൽ ഈ കുട്ടികളായിട്ടുള്ളവർ ഇത് കേൾക്കുകയാണെങ്കിൽ, കോളേജ് സ്റ്റുഡൻസ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങളെ ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്നുകൂടി ചിന്തിക്കുക. ഒരു ഇൻ്റർവ്യൂവിന് പോയി പറയുമ്പോൾ ഒന്നും പറയാൻ കയ്യിലില്ലാത്ത ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ വെൻ യു സ്റ്റഡി, വെൻ യു ഡു കോഴ്സസ്, വെൻ യു ഡു തിങ്സ് ഇൻ യുവർ ലൈഫ്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒരിക്കലും നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടാവില്ല. സോ നൗ ഇറ്റ്സെൽഫ് ടേക്ക് എ ഡയറി ഓർ ഇഫ് യു ഹാവ് എൻ ഓൺലൈൻ പ്രൊഫൈൽ, ഗോ പോയിന്റ്സ് നോട്ട് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. യു ബീൻ എ സ്റ്റുഡൻറ്റ് ക്യാപ്റ്റൻ, യു ബീൻ എ ടീം ലീഡർ, യു ബീൻ എ ക്യാപ്റ്റൻ ഇൻ യുവർ ടീം, എന്തുമായിക്കൊള്ളട്ടെ. യു ഹാവ് അറേഞ്ച്ഡ് ഓർ യു ഹാവ് കൊളേറ്റഡ് ഇൻഫർമേഷൻ ഫോർ സംതിങ്, യു ഹാവ് ഡൺ സം റിസർച്ച് ഫോർ യുവർ സ്കൂൾ, യു ഹാവ് ഡൺ സം റിസർച്ച് ഫോർ യുവർ കോളേജ്. അതായിരിക്കണം നിങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഉള്ള ഉത്തരം. മനസ്സിലായോ? വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണ്? ഐ ഡു ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. എൻ്റെ പൊന്നു മക്കളെ, ദയവ് ചെയ്ത് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ്സസ് നിങ്ങളുടെ മിസ്റ്റേക്കുകളാവരുത്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് വേണം പറയാൻ. ക്യാൻ യു ഡിസ്ക്രൈബ് എ ചാലഞ്ചിങ് സിറ്റുവേഷൻ ആൻഡ് ഹൗ യു ഹാൻഡിൽഡ് ഇറ്റ്? ഇൻ്റർവ്യൂവിന് വന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരോട് ഞാൻ ഇത് ചോദിക്കുമ്പോൾ ഐ എം എ സ്റ്റുഡൻറ്റ്, എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നാണ് മിക്കവാറും കുട്ടികൾ ഉത്തരം പറയുന്നത്. അല്ല, നിങ്ങൾ പഠിക്കുന്ന സമയത്തോ മേ ബി ഒരു പരീക്ഷ, ഇന്ന് ഫിസിക്സ് പരീക്ഷയായിരുന്നു, നിങ്ങൾ ഇംഗ്ലീഷിനാണ് പ്രിപ്പയർ ചെയ്തിട്ട് പോയത്, ദാറ്റ് ഇസ് എ ചാലഞ്ചിങ് സിറ്റുവേഷൻ. ഹൗ യു ഹാൻഡിൽഡ് ഇറ്റ്? യു ക്യാൻ സേ ദറ്റ് ഐ ഹാഡ് സ്റ്റഡീഡ് ഏർലിയർ ഓൺ. സോ I was first scared, but then I regained
the momentum, or then I regained my confidence and I wrote the exam. Even if I didn't score as I expected, but I was very confident and very happy that because I was consistent in my studies, I could write the exam properly. That can be your answer. മനസ്സിലായോ? ഹൗ ഡു യു ഹാൻഡിൽ സ്ട്രെസ് ഓർ പ്രഷർ എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ സാധാരണ ഞാൻ കേൾക്കുന്നത് എനിക്കങ്ങനെ പ്രഷറായിട്ടൊന്നും തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിത്തീർക്കും, ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത്. അല്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ജോലിയിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു പ്രഷർ എങ്ങനെ നിങ്ങൾ താങ്ങും എന്നാണ് ഇൻ്റർവ്യൂവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സോ തിങ്ക് അബൌട്ട് ഇതിനൊക്കെ ഉള്ള ഉത്തരങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സമയത്തോ അടുത്തൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. പോയിന്റ്സ് എഴുതി വെക്കണം, സ്വന്തമായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം, കണ്ണാടിയുടെ മുന്നിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഉത്തരം പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയണം. ബി പ്രിപ്പയർഡ്. ഹൗ മെനി ടൈംസ് യു പ്രാക്ടീസ്, അത്രയും സമയം നിങ്ങൾക്ക്, അത്രയും തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിൽ വരും നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വാട്ട് ഡു യു ഡു ഇൻ യുവർ സ്പെയർ ടൈം, വാട്ട് ആർ യുവർ ഹോബീസ് എന്ന് ചോദിക്കുമ്പോൾ ഐ ഡു ബോട്ടിൽ ആർട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് ആൾക്കാർ. പക്ഷേ എപ്പോഴും നിങ്ങളുടെ ഹോബീസ് ഷുഡ് ഓൾസോ അലൈൻ ടു വാട്ട് യു ആസ്പയർ. അതായത് ഞാൻ വായിക്കാറുണ്ട്, മാർക്കറ്റ് സ്റ്റഡി നടത്താറുണ്ട്, അല്ലെങ്കിൽ ബുക്സ് വായിക്കാറുണ്ട്, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ whenever I am in a complex or dire situation. My reading habit is helping me. Very important. സോ നിങ്ങൾ പറയുന്ന ഓരോ ഉത്തരവും നിങ്ങളുടെ ഇൻ്റർവ്യൂ അളക്കുകയാണ്. സോ ബി വെരി വെരി കോഷ്യസ് വെൻ യു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. സോ what is the main point? Main point when for anybody who wants to attend interviews is be prepared. Speak in English. If there is nobody to speak in English, talk to yourself, talk to your mirror. Interviewന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ഓൺലൈനിൽ നമുക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഉത്തരം പറയുന്നതെന്ന് പ്രിപ്പയർ ചെയ്യുക, അത് എഴുതി വയ്ക്കുക, എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ അത് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ദെൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുകയും ഇൻ്റർവ്യൂവിന് പറയാനുള്ള കാര്യങ്ങൾ ഇന്ന് രാത്രിയല്ല പഠിക്കേണ്ടത്, അത് ഒരു വർഷങ്ങളുടെ എഫർട്ടാണ്. 7ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഒരു 7 വയസ്സ് മുതൽ you all should be inspired enough to achieve your goals. ഒന്നും വേണ്ട, സമാധാനമായിട്ട് ജീവിച്ചാൽ മതി. അങ്ങനെ ജീവിക്കൂ, സന്തോഷമായിട്ട് ജീവിക്കൂ. Travel a lot, enjoy your life because life is very short. But if you want to achieve, you want to sit for an interview, be prepared. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ആദ്യം ഒരു ഫ്രഷർ, ആദ്യമായിട്ടൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പ്രൊഫഷണലായിട്ട് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് ശ്രദ്ധിക്കൂ. Tell me about yourself, Shalini. I recently graduated in English Language and Literature from University of Kerala, where I developed a keen interest in customer service. During my studies, I worked on the topic communication and business for my project, which helped me gain practical knowledge. I'm eager to apply my skills and enthusiasm to contribute meaningfully to this company. Oh, that's well, very good. What are your strengths, Shalini? My key strengths are adaptability, a strong willingness to learn, and my ability to work well in a team. For example, during internship, I quickly learned business English and applied it to meet the target for our exhibition sale. I'm confident that these skills will help me succeed in this role. And now, you talked about your strength. What is your greatest weakness? I would say that being new to the industry, I may lack hands-on experience in some areas.
However, I'm highly proactive in addressing this. And recently, I completed a course in Tally, which has prepared me to handle accounting related work as well. So I'm always ready to learn and improve. Okay, good to know your strength and weakness and about you. Now, why should we hire you, or why do you want to work here? I'm drawn to your company because of its reputation for innovation, employee engagement, and your focus on skill development for employees. I have my friends who are working in your company. I have some of my relatives working here. So they all talk very good about this company. I see this as a place where I can learn from experienced professionals, take on meaningful challenges, and grow both personally and professionally. I'm especially impressed by the awards that your company had won recently. Oh, Shalini, good to know that you have read deep about our company. So where do you see yourself in the next 5 years? In the next 5 years, I see myself gaining expertise in customer experience and growing within your organization. I hope to take on challenging roles, contribute to the company's success, and continue learning to develop into a skilled professional. Why should we hire you? As a fresher, I bring a fresh perspective, enthusiasm, and a strong desire to learn. I am committed to working hard, quickly adapting to new environments, and contributing to your team. My academic background and eagerness to grow makes me a strong candidate for this role. Yeah, Shalini, I can see that you are a very strong candidate. Can you tell me what motivates you? I am motivated by the opportunity to learn, grow, and make a meaningful contribution. Solving challenges, achieving goals, and being part of a team that creates a positive impact drive me to give my best. How do you handle stress or pressure as a student? I handle stress by staying organized. I prioritize my task. I always have a very positive attitude. Example, during my studies, I would be given challenging tasks. What I used to do is I used to break them into smaller steps, and then I would focus on solutions. That's how I was able to manage successfully. I believe staying calm and focused helps overcome any challenge. Very good. And what do you do in your spare time, Shalini? In my spare time, I enjoy activities that help me grow personally, such as reading, learning a new skill through online courses, and staying active through yoga. I also enjoy spending time with friends and family. What are your hobbies? My hobbies include reading, playing sports. I like painting and music. That help me to relax and keep my mind refreshed, allowing me to perform better in my work. All good answers, Shalini. Do you have any questions for us? Yes, I would like to know more about the growth opportunities and training programs your company offers to freshers. Additionally, can you tell me about the team I would be working with, because I'm very curious to know as to which team I will be able to contribute. So thank you so much for the questions. Looking forward to hearing from you. Thank you.